നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡ്രൈവർ കം കണ്ടക്ടർ KSRTC റിക്രൂട്ട്മെൻറ്റ്. 10ാം ക്ലാസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് KSRTCയിൽ കണ്ടക്ടർ ആവാം. KSRTC സ്വിഫ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ബസ്സുകൾ സർവീസ് നടത്തുന്നതിനായി ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് കരാർ വ്യവസ്ഥയിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു. KSRTC സ്വിഫ്റ്റ് നിഷ്കർഷിക്കുന്ന സേവന വേതന വ്യവസ്ഥകൾ പ്രകാരം ജോലി ചെയ്യുന്നതിന് കരാറിൽ ഏർപ്പെടുന്നവരെ മാത്രമായിരിക്കും ജോലിക്ക് നിയോഗിക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ 30,000 രൂപയുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കെട്ടിവെക്കേണ്ടതാണ്. ഈ തുക ആ ഉദ്യോഗാർത്ഥി താൽക്കാലിക സേവനത്തിൽ ഉള്ളിടത്തോളം കാലം സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി നിലനിർത്തുന്നതാണ്. ഉദ്യോഗാർത്ഥി പിരിഞ്ഞു പോകുമ്പോൾ KSRTCക്ക് ഏതെങ്കിലും വിധത്തിൽ ഇയാൾ മുഖേന നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തുക കിഴിവ് ചെയ്ത് തിരികെ നൽകുന്നതാണ്. വേക്കൻസി ഡീറ്റെയിൽസ്. KSRTC സ്വിഫ്റ്റ് പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഡ്രൈവർ കം കണ്ടക്ടർ ഒഴിവുകളാണ് ഉള്ളത്. എലിജിബിലിറ്റി. ഉദ്യോഗാർത്ഥി MV ആക്ട് 1988 പ്രകാരമുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ടാൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടക്ടർ ലൈസൻസ് കരസ്ഥമാക്കുകയും വേണം. അംഗീകൃത ബോർഡ് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്നും 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ പരിശോധിക്കുക. 30ലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ 5 വർഷത്തിൽ കുറയാതെ ഡ്രൈവിങ്ങിലുള്ള പ്രവൃത്തി പരിചയം തെളിയിക്കുന്നതിനായി മോട്ടോർ വാഹന തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് വരിസംഖ്യ നൽകിയതിൻ്റെ പകർപ്പോ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമായ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളോ ഹാജരാക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയിൽ 24 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ നൽകാം. യോഗ്യത. വാഹനങ്ങളുടെ പ്രവർത്തനത്തെപ്പറ്റിയുള്ള അറിവും വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള അറിവും ഉണ്ടായിരിക്കണം. സെലക്ഷൻ. 1. എഴുത്തു പരീക്ഷ. 2. അപേക്ഷിക്കുന്നവർ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്ന സെലക്ഷൻ കമ്മിറ്റി നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണം. 3. ഇൻ്റർവ്യൂ. സാലറി ഡീറ്റെയിൽസ്. പ്രതിദിനം 1 ഡ്യൂട്ടിയും ആഴ്ചയിൽ 1 ലീവും മാത്രമേ അനുവദിക്കുകയുള്ളൂ. 1 ഡ്യൂട്ടിക്ക് 715 രൂപ വീതം കൂലിയായി അനുവദിക്കും. കാലാകാലങ്ങളിൽ കിലോമീറ്റർ അലവൻസ്, നെറ്റ് അലവൻസ്, കളക്ഷൻ ബാറ്റ എന്നിവയ്ക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. PF തുടങ്ങിയ ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് ലഭിക്കുന്നതാണ്. എങ്ങനെ അപേക്ഷിക്കാം? ഈ പറഞ്ഞ യോഗ്യതയുള്ളവരിൽ നിന്നും താൽപ്പര്യമുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷയോടൊപ്പം ലൈസൻസ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. വിശദ വിവരങ്ങൾക്ക് ഔദ്യോഗിക വിജ്ഞാപനം പരിശോധിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജൂൺ 30 വൈകുന്നേരം 5 മണി വരെ. +2 ഉണ്ടോ? BSFൽ ഓഫീസറാവാം. സബ് ഇൻസ്പെക്ടർ, വാറണ്ട് ഓഫീസർ, ഹെഡ് കോൺസ്റ്റബിൾ, ഹവിൽദാർ നിയമനങ്ങൾ. കേന്ദ്ര സേനകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇപ്പോൾ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ, വാറണ്ട് ഓഫീസർ, ഹെഡ് കോൺസ്റ്റബിൾ, ഹവിൽദാർ പോസ്റ്റുകളിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. മിനിമം +2 യോഗ്യതയുള്ളവരാണ് നിങ്ങളെങ്കിൽ ആകെയുള്ള 1526 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. തസ്തിക. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSFലേക്ക് നേരിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്.
അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ, വാറണ്ട് ഓഫീസർ, ഹെഡ് കോൺസ്റ്റബിൾ, ഹവൽദാർ പോസ്റ്റുകളിലായി ആകെ 1526 ഒഴിവുകൾ. അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ആൻഡ് വാറണ്ട് ഓഫീസർ 243 ഒഴിവുകൾ. ഹെഡ് കോൺസ്റ്റബിൾ ആൻഡ് ഹവൽദാർ 1283 ഒഴിവുകൾ. പ്രായപരിധി 18 മുതൽ 25 വയസ്സുവരെ. വിദ്യാഭ്യാസ യോഗ്യത +2 പാസ് അല്ലെങ്കിൽ തത്തുല്യം. ശമ്പളം 25,000 രൂപ മുതൽ 92,000 രൂപ വരെ. അപേക്ഷാ ഫീസ് SC, ST, വിമുക്ത ഭടന്മാർ, വനിതകൾ അപേക്ഷാ ഫീസില്ല. മറ്റുള്ളവർക്ക് 100 രൂപ. അപേക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് BSFൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. അപേക്ഷിക്കുന്നതിന് മുമ്പായി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓൺലൈൻ അപേക്ഷ നൽകേണ്ട അവസാന തീയതി ജൂലൈ 8. കേന്ദ്ര ആണവ വകുപ്പിൽ ജോലി നേടാം. ഡിഗ്രി മാത്രം മതി. കൈനിറയെ ശമ്പളം. ഇപ്പോൾ അപേക്ഷിക്കാം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് NPCIL അസിസ്റ്റൻറ്റ് ഗ്രേഡ് പോസ്റ്റിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ആകെ 58 ഒഴിവുകൾ. തസ്തിക ആൻഡ് ഒഴിവ്. NPCIL അസിസ്റ്റൻറ്റ് ഗ്രേഡ് നിയമനം. ആകെ ഒഴിവുകൾ 58. പ്രായപരിധി 21 മുതൽ 28 വയസ്സുവരെ. വിദ്യാഭ്യാസ യോഗ്യത 50% മാർക്കിൽ കുറയാത്ത ഡിഗ്രി. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 12,750 രൂപ മുതൽ 38,250 രൂപ വരെ ശമ്പളമായി ലഭിക്കും. അപേക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. അപേക്ഷിക്കുന്നതിന് മുമ്പായി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. SC, ST, വിമുക്ത ഭടന്മാർ, വനിതകൾ, PWBD വിഭാഗക്കാർക്ക് ഫീസില്ലാതെയും മറ്റുള്ളവർക്ക് 100 രൂപയും അപേക്ഷാ ഫീസുണ്ട്. ഓൺലൈൻ അപേക്ഷ നൽകേണ്ട അവസാന തീയതി ജൂൺ 25. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ ജോലി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിൽ ക്ലർക്കാവാം. SSLC ആണ് യോഗ്യത. കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദിൽ ജോലി നേടാൻ അവസരം. വിവിധ വകുപ്പുകളിലായി സ്ഥിര നിയമനങ്ങളും താൽക്കാലിക നിയമനങ്ങളും അപ്രൻറ്റീസ് നിയമനങ്ങളും നടക്കും. ക്ലർക്ക്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, ലൈബ്രറി ക്ലർക്ക്, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കായി ആകെ 15 ഒഴിവുകളാണുള്ളത്. തസ്തിക ആൻഡ് ഒഴിവ്. ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദിൽ വിവിധ പോസ്റ്റുകളിൽ റിക്രൂട്ട്മെൻറ്റ്. ക്ലർക്ക്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, ലൈബ്രറി ക്ലർക്ക്, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് C വകുപ്പുകളിൽ ആകെ 15 ഒഴിവുകൾ. ലോവർ ഡിവിഷൻ ക്ലർക്ക് 6, അപ്പർ ഡിവിഷൻ ക്ലർക്ക് 7, ലൈബ്രറി ക്ലർക്ക് 1, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് C 1 ഒഴിവുകൾ. പ്രായപരിധി ലോവർ ഡിവിഷൻ ക്ലർക്ക് 18 മുതൽ 27 വയസ്സുവരെ. അപ്പർ ഡിവിഷൻ ക്ലർക്ക് 18 മുതൽ 27 വയസ്സുവരെ. ലൈബ്രറി ക്ലർക്ക് 18 മുതൽ 28 വയസ്സുവരെ. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് C 18 മുതൽ 30 വയസ്സുവരെ. യോഗ്യത ലോവർ ഡിവിഷൻ ക്ലർക്ക് 12ാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ് 35 WPM അല്ലെങ്കിൽ ഹിന്ദിയിൽ 30 WPM ടൈപ്പിംഗ് വേഗത. അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഒരു അംഗീകൃത സർവകലാശാലയുടെ ബിരുദം അല്ലെങ്കിൽ തത്തുല്യമായ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചിലേഴ്സ് ബിരുദം. കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ് 35 WPM അല്ലെങ്കിൽ ഹിന്ദിയിൽ 30 WPM ടൈപ്പിംഗ് വേഗത. ലൈബ്രറി ക്ലർക്ക് 10ാം ക്ലാസ്, ലൈബ്രറി സയൻസിൽ സർട്ടിഫിക്കറ്റ്.
ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് സി. യോഗ്യത ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ബാച്ചിലേഴ്സ് ബിരുദം. 2 വർഷത്തെ പ്രൊഫഷണൽ പരിചയം. ശമ്പളം 20,000 രൂപ മുതൽ 1,12,000 രൂപ വരെ. അപേക്ഷാ ഫീസ് SC, ST, വിമുക്ത ഭടന്മാർ, വനിതകർ എന്നിവർക്ക് 1000 രൂപയും മറ്റുള്ളവർക്ക് 1200 രൂപയും അപേക്ഷാ ഫീസുണ്ട്. PWBD വിഭാഗക്കാർക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല. ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. അപേക്ഷ നൽകുന്നതിന് മുമ്പായി ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുക. ഓൺലൈൻ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജൂൺ 25 വരെ. തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ അഭിമുഖം നടക്കും. 1. അസിസ്റ്റൻറ്റ് ബിസിനസ് മാനേജർ സ്ത്രീകൾ ആൻഡ് പുരുഷന്മാർ. 2. ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ സ്ത്രീകൾ ആൻഡ് പുരുഷന്മാർ. സ്റ്റുഡൻറ്റ് കൗൺസിലർ സ്ത്രീകൾ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സ്ത്രീകൾ ആൻഡ് പുരുഷന്മാർ. SEO എക്സിക്യൂട്ടീവ് സ്ത്രീകൾ ആൻഡ് പുരുഷന്മാർ എന്നീ തസ്തികകളിലാണ് അഭിമുഖം. പ്രായപരിധി 35 വയസ്സ്. പ്രവൃത്തി പരിചയം ഉള്ളവർക്കും എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്ത് അഭിമുഖത്തിൽ പങ്കെടുക്കാമെന്ന് ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അറിയിച്ചു. യോഗ്യത അസിസ്റ്റൻറ്റ് ബിസിനസ് മാനേജർ, ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ, സ്റ്റുഡൻറ്റ് കൗൺസിലർ എന്നീ തസ്തികകളിൽ ബിരുദവും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, SEO എക്സിക്യൂട്ടീവ് എന്നീ തസ്തികകൾക്ക് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 0471 299 2609 8921916220 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൊല്ലം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി രജിസ്ട്രേഷൻ ക്യാമ്പ് ഈ മാസം 19-ന് കടയ്ക്കൽ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നടക്കും. താൽപ്പര്യമുള്ള +2 കഴിഞ്ഞ 18-നും 35-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം രാവിലെ 10:30-ന് ആധാർ കാർഡുമായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0474 2740615 8281359930 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. +2 തുല്യതയോ ഉണ്ടോ? പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഓഫീസ് അസിസ്റ്റൻ്റ് ജോലി നേടാം. SIET റിക്രൂട്ട്മെൻറ്റ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള തിരുവനന്തപുരം SIET ഓഫീസിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഓഫീസ് അറ്റൻഡൻറ്റിനെ ആവശ്യമുണ്ട്. പരീക്ഷയില്ലാതെ നേരിട്ട് ഇൻ്റർവ്യൂ മുഖേനയാണ് തിരഞ്ഞെടുപ്പ്. യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവരായിരിക്കണം. അപേക്ഷകർ കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമാണ്. പ്രായപരിധി 40 വയസ്സിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. ഇൻ്റർവ്യൂ 2024 ജൂൺ 19-നകം SIET ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ജോലി ഒഴിവ്. എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ വിവിധ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. നിയമനം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും. 1. ഫിസിയോതെറാപ്പിസ്റ്റ്. യോഗ്യത അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച DPD, BPD തത്തുല്യ സർട്ടിഫിക്കറ്റ്. ദിവസവേതനം 600 രൂപ. നിയമന കാലാവധി 179 ദിവസം. പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ഫീമെയിൽ. യോഗ്യത DA ME അംഗീകരിച്ച ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് സർട്ടിഫിക്കറ്റ്. ദിവസവേതനം 600 രൂപ. നിയമന കാലാവധി 179 ദിവസം. റിസപ്ഷനിസ്റ്റ് കം ഓഫീസ് അറ്റൻഡൻറ്റ്. 10ാം ക്ലാസ് കമ്പ്യൂട്ടർ കോഴ്സ് സർട്ടിഫിക്കറ്റ്, 2 വീലർ ലൈസൻസ്. ഫാർമസി അറ്റൻഡർ. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം.
ദിവസവേതനം 600 രൂപ. നിയമന കാലാവധി 179 ദിവസം. സാനിറ്റേഷൻ വർക്കർ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. ദിവസവേതനം 550 രൂപ. ഹെൽപ്പർ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. ദിവസവേതനം 550 രൂപ. ഇൻ്റർവ്യൂ: അപേക്ഷകർ 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് പതിപ്പിച്ച അപേക്ഷ, തിരിച്ചറിയൽ രേഖകൾ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ സഹിതം ജൂൺ 13 രാവിലെ 11 സ്ഥാപന മേധാവി മുമ്പാകെ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് രാവിലെ 10:15 മുതൽ വൈകിട്ട് 5:15 വരെ നേരിട്ട് അന്വേഷിച്ച് അറിയാം. കേരള നോളജ് ഇക്കണോമി മിഷൻ കണക്ട് കരിയർ ടു ക്യാമ്പസ് 2024 ഭാഗമായി സൗജന്യ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. മുട്ടിൽ WMOR ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2024 ജൂൺ 12 രാവിലെ 9 മുതൽ വൈകിട്ട് 3 വരെ നടക്കുന്ന തൊഴിൽ മേളയിൽ +2, ബിരുദം, ബിരുദാനന്തര ബിരുദം, B.Ed യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള കമ്പനികൾ പങ്കെടുക്കുന്ന തൊഴിൽ മേളയിലേക്ക് DWMS കണക്റ്റ് ആപ്പ് സ്ക്രീനിൽ കൊടുക്കുന്നു. അത് മുഖേന രജിസ്റ്റർ ചെയ്യണം. പ്രവേശനം സൗജന്യമാണ്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.